നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ആ ഒരു വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യുമോ, അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സ്, അവരെന്ത് ഫീലിങ്സിലൂടെയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയുമായി കടന്നു പോകുന്നതെന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക. അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇതൊരു പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. ഏത് സമയത്താണോ നിങ്ങളിത് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മാനിഫെസ്റ്റേഷൻസ് വീഡിയോസുകളാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. എത്രത്തോളം പോസിറ്റീവ് എനർജിയോടുകൂടിയും വിശ്വാസത്തോടും സമർപ്പണബോധത്തോടും പ്രാർത്ഥനയോടും കൂടിയാണോ നിങ്ങൾ ഈ റീഡിങ്സ് കാണുന്നത്, അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയും നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിലെ സോളിലെ എനർജിയിൽ നിന്നും നെഗറ്റീവ് ആകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും. വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ലൈഫിലേക്ക് ലഭിക്കുവാനും ഈ ഒരു റീഡിങ്സ്, ഓരോ റീഡിങ്ങുകൾ കൊണ്ടും സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, പൂർണ്ണതയോടുകൂടി കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക. അതുപോലെ ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിൻ്റെ അനുഗ്രഹം, പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ് കണക്റ്റ് ചെയ്ത് നൽകുന്നത്. ആവശ്യമില്ലാത്ത ഒരു വ്യക്തികളും ഈ ഒരു റീഡിങ്സിന് നിൽക്കണ്ട. കാരണം ടാറോ എന്ന് പറഞ്ഞാൽ കാർഡുകൾ വെച്ച് തന്നെയുള്ള റീഡിങ്സ് ആണ്, വേറെ ഒരു സാധനവും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴും നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്, ക്ലൂസ് എടുക്കാമോ ചേച്ചി എന്നൊക്കെ. ഞാൻ ഒരു സത്യം പറയാം, ടാറോ റീഡിങ്സിൻ്റെ ഒരു മെത്തേഡിൽപ്പെട്ട ഒരു കാര്യവുമല്ല കേട്ടോ അതൊന്നും. അതൊക്കെ ഓരോരുത്തർ അവരുടേതായ ഒരു ശൈലിക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും നിങ്ങൾക്കൊരു ആത്മവിശ്വാസവും സംതൃപ്തിയും നൽകാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതൊന്നും നമ്മുടെ ടാറോ റീഡിങ്സുമായിട്ട് കണക്റ്റഡ് ആകുന്ന കാര്യങ്ങളേ അല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അതെപ്പോഴും മെസ്സേജിൽ ചോദിക്കുന്നുണ്ട്. ഞാനത് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം അത് ടാറോയുമായി കണക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. ഈ ടാറോയുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടിയാണോ ഇത് ഓപ്പൺ ചെയ്ത് ഇത് കേൾക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ച ഏത് പേഴ്സൺ ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി, സഹോദര ബന്ധങ്ങളായിക്കോട്ടെ, സുഹൃത്ത് ബന്ധങ്ങളായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അച്ഛനമ്മ പേരൻസ് ആയിക്കോട്ടെ, പ്രണയിനി ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ ആരെയാണോ ഈ ഒരു ടൈമിൽ ഈ ഒരു റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയും നിങ്ങളും തമ്മിലായിരിക്കാം ആ ഒരു റീഡിങ്സ് അവിടെ റെസനേറ്റ് ആക്കപ്പെടുന്നത്. അത് നിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ എനർജി ഇരിക്കുന്നതെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. നമ്മൾ നൽകുന്ന ഈ ജനറൽ റീഡിങ്സ് നിങ്ങളുടെ കൈകളിലാണ് അതിൻ്റെ എനർജി. നിങ്ങൾക്കത് പോസിബിൾ ആവണോ, അത് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതാകണോ എന്നുള്ളത് നിങ്ങൾ ആ ടൈമിൽ കൊടുക്കുന്ന പോസിറ്റീവാകുന്ന ചിന്തകൾ കൊണ്ടും അതിനകത്ത് ഏറ്റവും പൂർണ്ണതയോടു കൂടി കേൾക്കാൻ ശ്രമിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുമാണ് അനുഭവ്യമാകുന്നതെന്ന് മനസ്സിലാക്കുക. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒക്കെ വെച്ച്, ചില ടൈമുകളിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ച് നമ്മളത് കണക്റ്റ് ചെയ്യുമ്പം അത് ഓൾറെഡി നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കി വേണം ഇത് നിങ്ങൾ കേൾക്കാനായിട്ട്. നമ്മളിത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് കേട്ടോ. വീണ്ടും വീണ്ടും നമ്മളെക്കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് ഓരോ കമൻസുകളിലൂടെ നിങ്ങളെന്ന് മനസ്സിലാക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്ന നിങ്ങളോടുള്ളൊരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നാണ് കേട്ടോ. ഇപ്പോൾ ഓവറോൾ എനർജി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം പൂർണ്ണതയോടുകൂടി ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ആക്കിക്കൊണ്ടിരിക്കുന്നു. മൈൻഡ് സെറ്റ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങളോട് ചിലപ്പോൾ ഈഗോ ആയിട്ട് ഇരുന്നെങ്കിൽ അതൊക്കെ അവസാനിക്കുന്നുണ്ട്. നിങ്ങളെ ഫോക്കസിങ് ചെയ്യാതെ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു എനർജീനെയാണ് കാണുന്നത്. അതും നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെയുള്ള തേർഡ്
സിറ്റുവേഷൻസിനെയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ മാറ്റി നിർത്തിയിട്ടല്ല, നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ഈ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു തേർഡ് സിറ്റുവേഷൻസിനെയാണ് കേട്ടോ കാണിക്കുന്നത്. എന്താണെങ്കിലും ഒരു വളരെ പൂർണ്ണതയോടുകൂടി തന്നെ കാര്യങ്ങൾ വരാനും നിങ്ങളെ കോണ്ടാക്റ്റിലേക്ക് വരാനായിട്ടുള്ളൊരു ചെറിയ സ്റ്റക്നെസ്സും കൺഫ്യൂഷനും മാത്രമേ കാണുന്നുള്ളൂ. എന്താണെങ്കിലും നമുക്ക് ഈ റീഡിങ്സിനകത്ത് നിങ്ങളോടുള്ളൊരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് ഫസ്റ്റ് തന്നെ നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, മറ്റാരൊക്കെയോ നിങ്ങളുടെ റിലേഷനിൽ വളരെ ശക്തമായ തടസ്സങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം, ആരൊക്കെയോ ചേർന്ന് ഇതിൻ്റെ ഉള്ളിൽ നല്ല പോലെ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഇൻവോൾവ് ആയ ഒരു റിലേഷൻ്റെ എനർജീനെയാണ് കാണാൻ പറ്റുന്നത്. വളരെയധികം ഫൈറ്റിംഗ് നടന്നിട്ടുണ്ട്. വീണ്ടും എത്തിപ്പിടിക്കാൻ നിങ്ങളും അവരുമായിട്ട് കണക്റ്റഡ് ആകാൻ ശ്രമിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഇടയിൽ മറ്റാരോ കൈ കടത്തുന്നുണ്ടായിരുന്നു എന്ന് വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി എപ്പോഴും ആരോ വാച്ചിങ് ചെയ്യുന്നുണ്ടായിരുന്നു, ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെയധികം ഒരു കോൺഫ്ലിക്റ്റ് നിറഞ്ഞ ഒരു റിലേഷൻ്റെ എനർജീനെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത് ഏത് രീതിയിലാണെങ്കിൽ പോലും, കാരണം ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളെ നല്ലപോലെ ഫോക്കസിങ് ചെയ്തിരുന്നു എന്നുമാണ് കാണുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ വളരെയധികം ഒരു ഈഗോ ക്ലാഷ് കയറി വരികയും അതുപോലെ ഈഗോ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർത്ത് കളഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഒരാൾക്ക് ഒരാളുടെ മുമ്പിൽ തൻ്റെ ആ ഒരു സ്നേഹത്തെയോ പ്രണയത്തെയോ പ്രകടിപ്പിക്കാനുള്ള ഒരു മടി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നീ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറയുവാനുള്ള ഒരു മടി ഇതിനകത്ത് വളരെ ശക്തമായിട്ടും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ മറ്റുള്ളവർ ഇൻവോൾവ് ആയത് വളരെയധികം ഈ ബന്ധത്തെ പ്രശ്നങ്ങളിലേക്കും അതല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്കൊക്കെ കൊണ്ടുചെന്ന് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലൂടെ നല്ല ശക്തമായിട്ട് ഈ ഒരു ബന്ധം ഇപ്പോഴും കടന്നു പോകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു വെല്ലുവിളി അതിജീവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച ഒരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഫുൾ അതിനകത്ത് നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കും. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു റിലേഷനിൽ ഒരു സക്സസ്സും നിങ്ങൾ ആഗ്രഹിച്ചതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ ഈ ഒരു റിലേഷനിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത് നിങ്ങൾ തന്നെയായിരുന്നു. വളരെയധികം പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷനെ കണ്ടിരുന്നു. ദൈവീകമാകുന്ന എനർജിയോട് കൂടി അല്ലെങ്കിൽ വളരെയധികം പൂർണ്ണതയോടുകൂടി തന്നെയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്ത് നിർത്തിയിരുന്നത്. ഒരു മദർ എനർജി ഇതിനകത്ത് വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളുടെയൊക്കെ ഒരു എനർജി നമുക്ക് കയറി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. വളരെയധികം വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനപ്പുറത്തേക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ അതിനെ തരണം ചെയ്തിരുന്നു ക്ഷമയോടുകൂടി. വളരെയധികം ക്ഷമയോടുകൂടി നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മുന്നിൽ വളരെ അധികം സ്നേഹത്തോടും ക്ഷമയോടും സഹനശക്തിയോടു കൂടി നിന്നിരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു. കാരണം ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ചോയ്സുകൾ വന്ന് ചേർന്ന ഒരു എനർജി കാണുന്നുണ്ട്. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ, ഫിനാൻഷ്യലി ആവാം, കരിയർ പാത്തിലാവാം, എല്ലാം ഒരു മായ പോലുള്ള ഒരു ചോയ്സാണ്. വെറും ഒരു അഡിക്ഷൻ എനർജിയാണ്. കാരണം എന്തിലും ചെന്ന് പെടുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് കേട്ടോ. ഇതാണോ നല്ലത്, അതാണോ നല്ലത് എന്നങ്ങനെ തോന്നിക്കുന്ന, ഒന്ന് കണ്ടാൽ അതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് മറ്റേതാണെന്ന് ചുമ്മാ ഫീൽ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഫ്ലോട്ടിങ് എനർജിയോടുകൂടി കടന്നു പോകുന്ന ഒരു മൈൻഡ് സെറ്റുള്ളൊരു പേഴ്സണാണ്. ഒന്നിലും ഉറച്ചു നിൽക്കാനോ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാനോ കഴിയാത്തതല്ല ആ വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് ചോയ്സുകളെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവരെ അട്രാക്റ്റിങ് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏത് വെല്ലുവിളികളെയും അതിജീവിക്കും. പക്ഷേ ആവശ്യമില്ലാത്ത വെല്ലുവിളികളെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പേഴ്സണിലേക്ക് കണക്റ്റഡായി വരികയും ചെയ്യും. ആ ഒരു വ്യക്തി ചിന്തിക്കാതെ തന്നെ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടെങ്കിൽ പോലും ആ വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ ഒരു റീയൂണിയൻ സാധ്യമാകണമെന്ന് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുമിച്ച് പോകണം, എല്ലാ സിറ്റുവേഷൻസിനും ആ ഒരു നെഗറ്റീവ് ആയിരുന്ന ആ സാഹചര്യങ്ങളെയെല്ലാം ഒന്ന് ഹീലാക്കിയിട്ട് ഒരുമിച്ച് പോകണമെന്നും നിങ്ങളോടുള്ള ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്.
മറ്റാരോടൊക്കെയോ നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ പൂർണ്ണമായും അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അങ്ങനെ നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി മറ്റാരോടൊക്കെയോ, അതായത് ഒരു ഉയർന്ന, അതായത് ചിലപ്പോൾ ഈ പേരൻറ്റിങ് എനർജി ഉള്ള വ്യക്തികളോടാവാം, നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന വ്യക്തികളോടാവാം, നിങ്ങളുമായിട്ട് ഏറ്റവും കണക്റ്റഡായി നിൽക്കുന്ന വ്യക്തികളോടാവാം. എന്താണെങ്കിലും അവർ മറ്റാരോടൊക്കെയോ നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും വിവരങ്ങൾ ഇപ്പം നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റിലാണെങ്കിലും ലെസ് കോണ്ടാക്റ്റിലാണെങ്കിലും നിങ്ങളോട് ഒരു കാര്യങ്ങളും തുറന്നു ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കണ്ടിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും അവരെന്തോ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു നല്ല ഡിസിഷൻ എടുക്കണമെന്നും നല്ലൊരു കാര്യങ്ങൾ പൂർണ്ണതയിൽ, നല്ലൊരു പ്രസൻസോടുകൂടി തന്നെ കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കണമെന്നും ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ചില ടൈമിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതൊരു എസ്കേപ്പിംഗ് എനർജിയാണ് കേട്ടോ. അതായത് ചില സമയത്ത് നിങ്ങളെ പൂർണ്ണമായും വിട്ടുകളഞ്ഞ് പോയി കളയാമെന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ആ ഒരു കാര്യത്തിൽ കാണുന്നത്. എന്താണെങ്കിലും ഒരു ഹീലിംഗ് എനർജിയിലേക്ക് ഒരു വ്യക്തി വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ആ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ, വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു സിറ്റുവേഷൻസ് മാറി ഒരു പ്രതീക്ഷ, സ്കോപ്പ്, ഒരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ആ വ്യക്തിയിലേക്ക് തന്നെ ഉൾവലിഞ്ഞാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം കുറേ കാര്യങ്ങളെ തിരിച്ചറിയാനുണ്ട്, കുറച്ച് പഠിക്കാനുണ്ട്. അതുപോലെ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് ശേഷം മാത്രം ഡീപ്പായിട്ടൊരു ആൻസർ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാം. ഒരു സ്പിരിച്വൽ ആകുന്ന ഒരു എനർജിയിലേക്ക് ഇപ്പം മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ശക്തമായി ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ആ വ്യക്തിയുടെ കടമകൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഞാൻ എന്താണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷനിൽ കൊടുക്കേണ്ടത്, ഞാൻ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ചുറ്റുപാടിലൂടെ കടന്നു പോകേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് 100% വരുന്നു എന്നാണ് കാണുന്നത്. ആ വ്യക്തിയുടെ കടമകൾ പൂർത്തീകരിക്കുക എന്ന ഒരു ഉറച്ച തീരുമാനത്തിലൂടെയാണ് ആ ഒരു പേഴ്സൺ നിലനിൽക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. അമിതമായ ആവശ്യമില്ലാത്ത ഇമോഷൻസുകളെല്ലാം ഈ ഒരു വ്യക്തി ഉപേക്ഷിച്ചതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏറ്റവും ആവശ്യമുള്ളത് എവിടെയാണ് ഞാൻ ഫോക്കസിങ് ചെയ്യേണ്ടത്, എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, എവിടെയാണ് നല്ല രീതിയിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ള ആ ഒരു ചിന്ത കൂടി ഒരു വ്യക്തിയിൽ ശരിക്കും വരുന്നുണ്ട്. കാരണം മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും ആ വ്യക്തി ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മെച്യൂരിറ്റിയോട് കൂടി തന്നെ നമ്മുടെ സിറ്റുവേഷൻസിനെ കാണാനും മനസ്സിലാക്കാനും, അതുപോലെ ഒരു പുതിയ തുടക്കം, സ്ട്രോങ് ആയ ശക്തമായ രീതിയിൽ ഒരു പുതിയ തുടക്കം വേണമെന്നും ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത എല്ലാ ഇമോഷണലി ആയ കാര്യങ്ങളെയും ഹീലാക്കി കളയണമെന്നും ഈ ഒരു വ്യക്തി 100% മനസ്സിലാക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. 24 അവേഴ്സും നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ ചിന്തിക്കുന്നതാവാം. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഒരു വ്യക്തിയെ വളരെയധികം അലട്ടുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പം ചില സമയത്ത് നെഗറ്റീവ് തോട്ട്സുകളും ഭയത്തെയും കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് ഇനി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും, ഒരു പൂർണ്ണതയോടുകൂടി അല്ലെങ്കിൽ ഒരു തുറന്ന മനസ്സോടുകൂടി സംസാരിക്കാനോ സ്നേഹിക്കാനോ സാധിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്നാണ്. അത് നെഗറ്റീവും പോസിറ്റീവുമായ ചിന്തകളാണ് ആ ഒരു വ്യക്തിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. ഒരു റിജക്റ്റഡ്, അതായത് ഒരു ഇമോഷണലി എല്ലാത്തിനോടുമുള്ളൊരു വിരക്തിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കോണ്ടാക്റ്റിലേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റക്ക് എനർജിയാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല ശക്തമായ ഫൈറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവാം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇനിയും വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുമോ, ഇനിയും നിങ്ങളുമായിട്ടൊരു പ്രോബ്ലംസ് ഉണ്ടാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളിലുണ്ട്. പുറമേ വളരെ ഹാപ്പിനെസ്സോടു കൂടി ഒരു സ്ട്രോങ് എനർജിയോട് കൂടിയാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വ്യക്തി ഭയപ്പെടുന്നു
ഭയപ്പെടുന്നു. കാരണം എനിക്കിതിൽ പറയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളും കുറച്ച് ഓവറായിട്ട് ഒരു പേഴ്സണെ കൺട്രോളിങ് ചെയ്തിട്ടുണ്ടാവാം. അതല്ല എങ്കിൽ കുറച്ച് വെല്ലുവിളികൾ നിങ്ങൾക്കിടയിലും ആ ഒരു വ്യക്തിയുമായിട്ട് നടത്തിയിട്ടുണ്ടാകാം. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസ് ആ ഒരു പേഴ്സണിൽ നിന്നും പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നല്ലൊരു ഇമോഷണലി സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആവാം ആ ഒരു വ്യക്തിയുമായിട്ടൊരു ഫൈറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് എനർജി കാണിച്ചത്. പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അത് വളരെയധികം ഒരു സ്റ്റക്നെസ്സിലേക്കും കൺഫ്യൂഷനിലേക്കും കൊണ്ടുചെന്ന് എത്തിച്ചു എന്നാണ് കാണാൻ പറ്റുന്നത്. അതായത് ഇമോഷണലി ആ ഒരു പേഴ്സൺ വളരെ മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയായിരുന്നു. നിങ്ങളുടെ ഓവർ കൺട്രോളിങ് ആ ഒരു വ്യക്തിനെ ഓവർ തിങ്കിങ്ങിലേക്ക് എത്തിച്ച് നിർത്തിയെന്നാണ് കാണാൻ പറ്റുന്നത്. കൺഫ്യൂഷനുണ്ട്, കോൾ ചെയ്യണോ വേണ്ടയോ, കോണ്ടാക്റ്റിലേക്ക് വരണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനുമുണ്ട്. പ്ലസ് നിങ്ങൾക്കിടയിൽ ഒരു കാർമിക് എനർജി, പെയിൻഫുള്ളാകുന്ന ചില സിറ്റുവേഷൻസുകളും കടന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സംശയത്തോടു കൂടി സംസാരിച്ചു, മറ്റുള്ളവരെ കൂട്ടിയോ അതല്ലെങ്കിൽ ഒരു ഒരു സംശയദൃഷ്ടിയോടു കൂടി ഒരു റിലേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്ത എനർജി കാണുന്നുണ്ട്. എന്താണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കും കേട്ടോ, നീതി ലഭിക്കും. നിങ്ങൾ ആ ഒരു പേഴ്സണെ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ബ്ലോക്കിംഗ് എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിലും ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും ശക്തമായ ഫൈറ്റിങ്ങിലൂടെ നിങ്ങളുമായിട്ട് ഇപ്പോഴും കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങളെ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്തിരിക്കും. അത് ഇമോഷണലി നല്ല ഒരു പൂർണ്ണതയോട് കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ടൈമിൽ ചെയ്യുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ആ മനസ്സിനകത്തുള്ള എല്ലാ കാര്യങ്ങളെ ഹീലാക്കി ഒരു പൂർണ്ണമാകുന്ന പരിശുദ്ധമാകുന്ന എനർജിയോട് കൂടി തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. ഇതിനകത്ത് ശക്തമായ ബ്ലോക്കേജും ശക്തമായ ബൗണ്ടറി ഇട്ടിരിക്കുന്ന എനർജിയും ശക്തമായ രീതിയിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉള്ളവർക്ക് ഫൈറ്റിങ്ങും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് നമുക്കിവിടെ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും, ജഡ്ജ്മെൻറ്റും കിട്ടും. അതായത് ആ ഒരു വ്യക്തി നിങ്ങളിൽ കോണ്ടാക്റ്റിലേക്ക് വരുമെന്നത് 100% ഉറപ്പാണ്. പക്ഷേ അത് പൂർണ്ണതയോടുകൂടിയായിരിക്കും ആ ഒരു പേഴ്സൺ എത്തിച്ചേരുക. അപ്പോൾ ആ ഒരു ടൈം എടുക്കുമെന്നാണ് നമുക്ക് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങളിൽ ആ ഒരു പേഴ്സൺ ഫോക്കസ്ഡ് ആണ്, 24 hours നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നത് 100% ഉറപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള എനർജിയിലും വളരെ നിരാശയാണ്. കാരണം നിങ്ങളെ ഒരു ഫാമിലി, ഒരു പാർട്ട്ണർ, ആ ഒരു പേഴ്സൺ ഏറ്റവും സംതൃപ്തമാകുന്ന ഒരു ഹാപ്പി, അതായത് ഒരു സന്തോഷം ലഭിക്കുന്നത് നിങ്ങളോട് ഒരുമിച്ച് ചേരുമ്പോഴും നിങ്ങളുമായിട്ടുള്ള സംസാരങ്ങളിലുമാണ്. ആ ഒരു നഷ്ടത്തെ അവർ വളരെ നിരാശയോടുകൂടി കാണുന്നുണ്ട്. പക്ഷേ വെയിറ്റിംഗ് ചെയ്യുകയാണ്. കാരണം ബാലൻസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്കിടയിൽ വന്ന എന്തൊക്കെയോ ഒരു ഈഗോ ക്ലാഷ് ആവാം, എന്ത് കാര്യവും ആവാം, ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ട് ആ ഒരു പേഴ്സണ് വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഒരു മെസ്സേജ്, ഒരു കോളിനോ ഒന്നും ഇപ്പം തയ്യാറല്ലാതെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, വെയിറ്റിങ്ങിലാണ്. അതുപോലെ തേർഡ് സിറ്റുവേഷൻസിൽ അവർ പെട്ട് നിൽക്കുന്ന ചില എനർജികളെയും കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് നിങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നതും ഹോൾഡ് ചെയ്യുന്നതെന്നുമാണ് കാണുന്നത്. എല്ലാവരുടെ എനർജി അല്ല, ചില വ്യക്തികളുടെ എനർജി മാത്രം കേട്ടോ. എന്താണെങ്കിലും 2 ഫേസ് എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് വേണോ വേണ്ടയോ അതോ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. മൂവ് ഓൺ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. മൂവ് ഓൺ ചെയ്യണമെന്ന് പൂർണ്ണമായി നിങ്ങളിൽ നിന്നും വിട്ടു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഒരു ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് കേട്ടോ. നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സെലിബ്രേഷൻ, നിങ്ങളോട് ഒരുമിച്ച് ആഘോഷിച്ച സ്നേഹം, പ്രണയം, ഇതെല്ലാം അവർ വളരെയധികം ഒരു ഗുഡ് എനർജിയോടുകൂടി, വളരെ നല്ല എനർജിയോടുകൂടി, പോസിറ്റീവായ ചിന്തകളോട് കൂടി കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി നിൽക്കുന്ന വ്യക്തിയാണ്. നല്ല രീതിയിൽ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉണ്ട്. കൂടാതെ തന്നെ നല്ല ആരോഗ്യം പൂർണ്ണതയോടുകൂടി നിൽക്കുന്ന ഒരു പേഴ്സണാണ്. കൂടാതെ തന്നെ നല്ല മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. ചെറിയ ചീറ്റിംഗ് എനർജിയുടെ മൈൻഡ് സെറ്റ് ഉള്ളൊരു പേഴ്സൺ കൂടിയാണ് കേട്ടോ. എന്താണെങ്കിലും അവരുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക, നിങ്ങൾക്കൊരു പൂർണ്ണമാകുന്ന ഒരു സാന്നിധ്യം നൽകുക എന്ന് തന്നെയാണ്. അപ്പം നിങ്ങളെ ഒരു പേഴ്സൺ 100% സ്നേഹിക്കുന്നുണ്ട് എന്നതിന് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് കേട്ടോ.
അതുപോലെ നമ്മൾക്കിവിടെ ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ് കുറച്ച് വ്യക്തികളോട് ലെറ്റ് ഗോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുക, നിങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായും പോസിറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങൾ നിറയ്ക്കുക. അത് കഴിയുമ്പോൾ യൂണിവേഴ്സൽ അല്ലെങ്കിൽ പ്രപഞ്ചം ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി തരുമെന്നും വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത ആഴ്ചകൾക്കുള്ളിൽ ചില വ്യക്തികളിലേക്ക് ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം കോണ്ടാക്റ്റ് 100% വന്ന് ചേരുമെന്നുള്ളതും കുറേ ആളുകളുടെ എനർജിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.